ചില സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകൾ കൂടുതൽ കുട്ടികളുള്ള സ്ഥലത്ത് ഹോസ്റ്റലുകൾ ചെറിയ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സമീപമുള്ള ചില ഹോട്ടലുകളിൽ കുറച്ച് വില കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള വിവരമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യോഗം ചേർന്നത്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് നാളെ സർവകക്ഷി സംഘം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സൂപ്രണ്ടുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ക്യാൻറ്റീൻ ഏതെങ്കിലും ക്യാൻറ്റീൻ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പാചകവാതം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വാർ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പാചകവാതകം ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകൾക്കും ഹോസ്റ്റലുകൾക്കും എത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതേപോലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാ സമയം അടുത്ത് വരികയാണ്. അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് വന്നെത്തുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ എന്താണ് ചെയ്യുന്നത്? ഹോസ്റ്റലുകളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഹോസ്റ്റലുകളിലാണ് ഒരു പ്രതിസന്ധി അങ്ങനെ ഉള്ളത് നിലവിലുള്ളത് എന്ന് അന്വേഷിച്ച് ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഗ്യാസ് എത്തിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ മറികടക്കാൻ സാധിക്കും, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അടുത്ത നടപടിയിലേക്ക് പോകും.